രാഷേ എന്താ എന്തിനാ ജയഭാരതി അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ആ 4 പല്ല് കേടുണ്ടെങ്കിലും അത് നമുക്ക് അടയ്ക്കാവുന്ന കണ്ടീഷനാണ്. പല്ല് പറിച്ചു കളയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എടുത്തല്ല മാഡം. അതെന്താ നിങ്ങൾ തീരുമാനിക്കാത്ത? ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അതെന്താ രാജേ ജയഭാരതി അറിയിച്ചില്ലേ? ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചിട്ടും ഒരു കാര്യം പോലും എന്നോട് ചോദിച്ചിട്ടല്ല തീരുമാനിക്കുന്നത്. അതെന്താ രാജേ ജയഭാരതി എടുത്ത് ചോദിക്കാത്ത? അവരുടെ അഭിപ്രായം കൂടെ അറിയണ്ടേ? അത് അവളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് മാഡം. ഓഹോ, അതല്ല മാഡം, അവളങ്ങനെ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് എന്തെങ്കിലും ചോദിച്ചാലല്ലേ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റൂ. അത് പിന്നെ എൻ്റെ ജോലിയുടെ തിരക്കിൻ്റെ ഇടയിൽ അങ്ങനെ സ്നേഹത്തോടെ പെരുമാറാനും സംസാരിക്കാനൊന്നും സമയം കിട്ടാറില്ല. എനിക്കും ഇപ്പോൾ ജോലി ഉണ്ടല്ലോ, എനിക്ക് എല്ലാവരോടും സംസാരിക്കാൻ സമയം കിട്ടാറുണ്ട്. എന്നിട്ടില്ല. ഓ തിരക്ക്. ഇനി ആ തയ്യൽ മെഷീനിൽ നിന്ന് തയ്ച്ചുണ്ടാക്കുന്ന പോലെ അല്ലേ ഇത്? ഓ, കോഴി ഫാമിൽ കോഴിയുടെ ഇടയ്ക്ക് അഴുക്കിന്റെ ഇടയ്ക്ക് കിടന്നാണ് പണിയെടുക്കുന്നത്. നിങ്ങൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്തോ അറിയാം? ചുമ്മാ ഇരുന്ന് കുറച്ച് ചോറും കറിയും വെച്ച് ഉണ്ടാക്കിയാൽ പോരെ. പുറത്ത് പണിയെടുക്കുന്ന ആണുങ്ങളെ കഷ്ടപ്പെടാൻ നിങ്ങളും എല്ലാം അറിയുന്നുണ്ട്. രാഷേ എന്താ എന്താ ഡിയർ വിമൺ, ജീവിതത്തിൽ ഒരുപാട് തിരക്കുകളും ബുദ്ധിമുട്ടുകളും വരാം. പക്ഷേ ആ തിരക്കിനിടയിൽ പോലും നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തും. ഈ വിമൻസ് ഡേയിൽ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്കും വേണ്ടി ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ. ദന്താരോഗ്യത്തിന് വേണ്ടി കുറച്ച് സമയം ചിലവാക്കൂ.